Good morning. Today going to talk about effect of toxic chemicals on human health. Environment and ecology എന്നുള്ള സബ്ജക്റ്റിലെ തേർഡ് യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫക്റ്റ് ഓഫ് ടോക്സിക് കെമിക്കൽസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അതിൽ ഡിഫറെൻറ്റ് കെമിക്കൽസും അതിൻ്റെ ഹെൽത്ത് ഇമ്പാക്റ്റും ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മെർക്കുറി, മിനാമാറ്റ ഡിസീസ്. മെർക്കുറി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മീഥൈൽ മെർക്കുറി ബൈ ബാക്ടീരിയൽ ആക്ഷൻ വിച്ച് കോസസ് നമ്പേഴ്സ് ഓഫ് ലിപ്സ് ആൻഡ് ടങ് ഡെഫ്നെസ്, ബ്ലറിംഗ് വിഷൻ ആൻഡ് മെൻ്റൽ ഡിസറേഞ്ച്മെൻറ്റ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്പേഴ്സ് ഓഫ് ലിപ്സ് അങ്ങനെയുള്ളതിനൊക്കെ ടങ്ക് ഡെഫ്നെസ് അങ്ങനെയുള്ള വീക്ക്നെസ്സസ് കാണപ്പെടുന്നു. അതാണ് മിനാമാറ്റ ഡിസീസ് എന്ന് പറയുന്നത്. മെർക്കുറിയുടെ ഉപയോഗം കൊണ്ട് വെള്ളത്തിൽ മെർക്കുറി മിക്സ് ആകുമ്പോൾ അത് നമുക്ക് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഡിസീസാണത്. ഇനി കാഡ്മിയാണ് വെള്ളത്തിലുണ്ടാകുന്ന കാഡ്മിയത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഇറ്റായി ഡിസീസ്, ഔച്ച് ഡിസീസ് എന്നും പറയും. പെയിൻഫുൾ ഡിസീസ് ഓഫ് ബോൺസ് ആൻഡ് ജോയിൻസിലുള്ള പെയിൻഫുൾ. പിന്നെ ക്യാൻസർ, ലിവറിനും ലങ്സിനൊക്കെ ക്യാൻസർ ഉണ്ടാവാം. Nitrate methoglobinemia or blue baby syndrome. Nitrate reacts the hemoglobin and forms non-functional മെത്തമോഗ്ലോബിൻ. അതായത് ഓക്സിജൻ്റെ അളവ് കുറയാണ് ശരീരത്തിൽ. അതായത് നൈട്രേറ്റ് ചേർന്ന വെള്ളം ഉപയോഗിച്ച് അവർക്ക് പാലും മറ്റുള്ള സാധനങ്ങളൊക്കെ പാലിലൊക്കെ ചേർക്കുമ്പോൾ, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിലൊക്കെ ചേർക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്ന കുട്ടികൾ നിറമാകുന്ന ഒരു അസുഖം ഉണ്ടാകുന്നത് നൈട്രേറ്റ് അടങ്ങിയ ജലം ഉപയോഗിക്കുമ്പോഴാണ്. ഫ്ലൂറൈഡ്, സ്കെൽട്ടറൽ ഫ്ലോറോസിസ്, ഹാർഡ്നഡ് ബോൺസ് ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് പെയിൻഫുൾ ജോയിൻറ്റ്സ്, ടീത്ത് ഡിഫോമിറ്റി, എല്ലിനും അതുപോലെ തന്നെ ബോൺസിനൊക്കെ സ്റ്റിഫ്നെസ് വരിക, ബലം പിടിക്കുക, നമുക്ക് മൂവ് ചെയ്യാതിരിക്കാൻ പറ്റും, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരിക. ആർസനിക്, ബ്ലാക്ക് ഫുട്ട് ഡിസീസ്, ഡയേറിയ, പെരിഫറൽ ന്യൂറോസിസ്, ഹൈപ്പർ കെറാറ്റോസിസ്, ലങ് ആൻഡ് സ്കിൻ ക്യാൻസേഴ്സ്. ബ്ലാക്ക് ഫുഡ് ഡിസീസ് പറഞ്ഞാൽ ആർസനിക്കിൻ്റെ കണ്ടൻറ്റ് വെള്ളത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഈ അസുഖമാണ് സാധാരണ വരുന്നത്. നെക്സ്റ്റ് ലെഡിൻ്റെ കണ്ടൻറ്റ് വെള്ളത്തിലുണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ലെഡിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ സിംറ്റംസ് ലെഡ് എക്സ്പോഷർ, പെർസിസ്റ്റൻസ് ഓഫ് ഫാറ്റീഗ്, ക്ഷീണം ഉണ്ടാവുക, ഇറിറ്റബിലിറ്റി, അലർജികൾ ഉണ്ടാവുക, പലതരത്തിലുള്ള ലോസ് ഓഫ് അപ്പിറ്റേറ്റ്, വിശപ്പില്ലായ്മ, കോൺസ്റ്റിപ്പേഷൻ, ഇൻസോമാനിയ ഇഫക്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നെ ചിൽഡ്രൻസിന് അതായത് മലബന്ധം ഉണ്ടാവുക, വിശപ്പില്ലായ്മ വരിക, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. ചിൽഡ്രൻ ഡാമേജ്, ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാകുന്നു. അനീമിയ, ലിവർ, കിഡ്നി ഡാമേജ് ഉണ്ടാകുന്നു. ഹിയറിംഗ് ലോസ്, ഡിലേസ്, നമുക്ക് കേൾവിക്ക് കുറവ് സംഭവിക്കുക. ഇഫക്റ്റീവ് അഡൽട്സിന് പൂർ മസിൽ കോർഡിനേഷൻ, നെർവ് ഡാമേജ്, ഹൈ BP, ഹിയറിംഗ് ആൻഡ് വിഷൻ ഇമ്പയർമെൻറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. വാട്ടർ പൊല്യൂഷൻ വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഇൻ ഇന്ത്യ, അഫക്റ്റിംഗ് റിവേഴ്സ്, ലേക്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. റിവർ പൊല്യൂഷൻസ് ഒക്കേഴ്സ് ദ അൺട്രീറ്റഡ് സുവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അഗ്രികൾച്ചർ റൺ ഓഫ്, ഹോസ്പിറ്റൽ എഫ്ലുവൻറ്റ് ഡയറക്റ്റ്ലി ഡിസ്ചാർജ് ഇൻ ടു റിവേഴ്സ്. റിവർ പൊല്യൂഷനൊക്കെ ഉണ്ടാകുന്നത് അൺട്രീറ്റഡ് സുവേജൊക്കെ മലിനജലമൊക്കെ കടത്തി വിടുമ്പോൾ, തുറന്നു വിടുമ്പോൾ, റിവറിലേക്കൊക്കെ തുറന്നു വിടുമ്പോൾ ഉണ്ടാകുന്നതാണ്. മെനി റിവേഴ്സ് ഇൻ ഇന്ത്യ, ഗംഗ ആൻഡ് യമുന, highly polluted because of the large volume waste water that enters every day. ഗംഗ യമുനയൊക്കെ ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സായിരുന്നു. അതിലേക്ക് ഇതുപോലെയുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വെള്ളം ഒക്കെ ചേർന്നിട്ട് അതെന്തായിട്ട് ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറി. ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ് നിയർ റിവേഴ്സ് മസ്റ്റ് ബി എസ്പെഷ്യലി കെയർഫുൾ അബൌട്ട് ഡിസ്പോസ് ഓഫ് ദ ലിക്വിഡ് വേസ്റ്റ്. റിവറിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ കൃത്യമായിട്ട് ലിക്വിഡ് വേസ്റ്റൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം സുവേജ് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രം പുറത്തേക്ക് വിടുക. നമ്മൾ അതിൽ കോൺഷ്യസ് ആയിരിക്കണം. റിവറിലേക്കാണ് അത് പോകുന്നതെങ്കിൽ അത് കോൺഷ്യസ് ആയിരിക്കണം. ലേക്ക് പൊല്യൂഷൻ, ഇറ്റ് ഈസ് ഓഫൺ കോസ്ഡ് ബൈ ഡൊമസ്റ്റിക് സുവേജ്, ഡിറ്റർജൻറ്റ് യൂസ്, ഡംപിങ് ഗാർബേജ് ആൻഡ് എൻക്രോച്ച്മെൻറ്റ് ഓഫ് ലേക്ക് ബൗണ്ടറീസ്. ആ നദീതീരത്തുണ്ടാകുന്ന വെള്ളം ഡിറ്റർജൻ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സുവേജ്, വീട്ടിൽ നിന്ന് പുറത്ത് വിടുന്ന മലിനജലം, അങ്ങനെയുള്ള വേസ്റ്റൊക്കെ പോയിട്ടുള്ള വെള്ളം, അതൊക്കെ ഗാർബേജ് വേസ്റ്റുകൾ ഡംപ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലേക്ക് പൊല്യൂഷൻ ഉണ്ടാകും. ലേക്സ് ആർ മോർ സ്റ്റാഗ്നൻറ്റ് ദാൻ റിവേഴ്സ്. അത് കുറച്ചും കൂടി ലേക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നൻ്റ് ആണ്, ഒഴുകി പോകുന്നതല്ല. ഒഴുകുന്നതാണെങ്കിൽ നമ്മളത് ഒഴുകിപ്പോയി ശുദ്ധമാവും. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട്
അതിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ കുറയും. ഡിഗ്രേഡ് ദ വാട്ടർ ക്വാളിറ്റി ഓവർ ടൈം. ദിസ് ലീഡ് ടു യൂട്രിഫിക്കേഷൻ. വാട്ടർ ബോഡീസ് ബിക്കം റിച്ച് ഇൻ ഇൻഡ്യൂട്ടി ആൻഡ് കോസിങ് ഓവർ ഗ്രോത്ത് ഓഫ് ആൽഗ ആൻഡ് ഡ്രോപ്പ് ഓക്സിജൻ ലെവൽസ്. അത് കൂടുതൽ ആൽഗകൾ നമ്മൾ പായലുകളൊക്കെ പൂപ്പലൊക്കെ വരുമ്പോൾ അതിന് മുകളിൽ വെള്ളത്തിന് മുകളിൽ ഒരു പാട പോലെ നിൽക്കുന്നു. അത് സൂര്യപ്രകാശത്തെ കടത്തി വിടില്ല. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മാറ്ററാണ്. ഇനി ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഈക്വലി ഡേഞ്ചറസ് ആണ് ഗ്രൗണ്ട് വാട്ടറിലും. അതിൽ തന്നെ കെമിക്കൽസ് അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ലാൻഡ് ഫില്ലൊക്കെ നടത്തുമ്പോൾ ഭൂമിയിൽ കുഴിച്ചിടുമ്പോൾ അഗ്രികൾച്ചർ കെമിക്കൽസ്, അൺസേഫ് ഡിസ്പോസൽ ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് ഒക്കെ ആകുമ്പോൾ ആ ഭാഗം കണ്ടാമിനേറ്റഡ് ആവുകയും അത് ഗ്രൗണ്ട് വാട്ടേഴ്സും ഇതുപോലെ തന്നെ പൊള്യൂട്ടഡ് ആയി തീരുകയും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ പ്ലേ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പ്രിവെൻറ്റിങ് വാട്ടർ പൊല്യൂഷന് വേണ്ടിയിട്ട് എഫിഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റൊക്കെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ വെള്ളം ശുദ്ധമായിട്ടുള്ള മലിനജലമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്തിട്ട് അത് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രം പുറത്തേക്ക് ആ കെമിക്കൽ കണ്ടൻറ്റൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം അത് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ. നമുക്ക് അതിന് വേണ്ടി വരുന്ന ചിലവുകളാണ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷനിൽ പറയുന്നത്. അത് മെയിൻ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഈസ് ദ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ. നമ്മൾ ഇൻഡസ്ട്രീസ് നിന്നായാലും ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ആ വേസ്റ്റ് വാട്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ സുയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സൊന്നും എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളും സ്ഥാപിക്കണം. അതിനാണ് നമുക്കൊരു എക്സ്പെൻസായിട്ട് വരുന്നത്. പിന്നെ അതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് മെയിൻ്റെനൻസ് ചെയ്യുക, സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കുക, മോണിറ്റർ ചെയ്യുക, കോംപ്ലയൻസ്, അതിനൊക്കെ നമുക്ക് വളരെയധികം എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവർ ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ലോങ് ടേം കോസ്റ്റ് ഇഗ്നോറിങ് പൊല്യൂഷൻ കൺട്രോൾ. ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിന് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. Therefore, although the cost of water pollution control may seems high, it is a valuable investment that saves money in long run, promotes sustainability, help in protect health. അതായത് അതിന് എക്സ്പെൻസ് കൂടുതലാണെങ്കിലും വാല്യുബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വാട്ടർ. അത് ഒരിക്കലും നഷ്ടമാവില്ല. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.